പ്രമുഖ ഇലക്ഷൻ പ്രവചനം നടത്തുന്ന തോട്ടയ്ക്കാട് എൻ ഗോപാലകൃഷ്ണൻ സാർ നമ്മളോടൊപ്പമുണ്ട്. സാറിന് സ്വാഗതം. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും സാർ? കേരളത്തിൽ UDF വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും. UDFന് 87 മുതൽ 88 വരെ സീറ്റും, LDFന് 50 മുതൽ 52 വരെ സീറ്റും, NDAക്ക് 1 മുതൽ 3 വരെ സീറ്റും കിട്ടും. UDFൽ കോൺഗ്രസ് തനിയെ 53 മുതൽ 54 വരെ സീറ്റും, മുസ്ലിം ലീഗിന് 20 സീറ്റും, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് 7 സീറ്റും, RSPക്ക് 2 സീറ്റും, കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന് 1 സീറ്റും, RMPക്ക് 1 സീറ്റും, CMPക്ക് 1 സീറ്റും കിട്ടും. കൂടാതെ 2 സ്വതന്ത്രന്മാരും കൂടെ UDFൽ വിജയിക്കും. അത് ഒന്ന് അമ്പലപ്പുഴയിൽ G സുധാകരൻ, 2 തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ. ഇങ്ങനെ 87 മുതൽ 88 വരെ സീറ്റ്. കോൺഗ്രസിന് 53, 54 എന്ന് പറഞ്ഞു. അത് കൂടാതെ 2 സീറ്റിൽ പ്രെഡിക്റ്റ് ചെയ്തിട്ടില്ല. അതൊന്ന് വട്ടിയൂർക്കാവും, രണ്ടാമത്തെ കഴക്കൂട്ടമാണ്. വട്ടിയൂർക്കാവിൽ 3 മുന്നണിയും തുല്യ ശക്തികളാണ്. അവിടെ LDFോ UDFോ BJP ഇതിൽ ആരെങ്കിലും ഒരാൾ ജയിക്കുമെന്നേ എനിക്ക് പറയാനായിട്ട് കഴിയുള്ളൂ. കഴക്കൂട്ടത്തും അതുപോലെ കോൺഗ്രസ് 3ാമതായിരിക്കും. മത്സരം LDFും BJPയും തമ്മിൽ. അവിടെയും LDF സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രനോ അല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥി V മുരളീധരനോ വിജയിക്കും. ഇനി LDFൽ 50 മുതൽ 52 വരെ സീറ്റാണ് കിട്ടുന്നത്. അതിൽ CPMന് തന്നെ 33 മുതൽ 35 വരെ സീറ്റും, CPIക്ക് 11 സീറ്റും, കേരള കോൺഗ്രസ് മാണിക്ക് 2 സീറ്റും, NCPക്ക് 1 സീറ്റും, RJDക്ക് 1 സീറ്റും, നാഷണൽ സെക്യുലർ കോൺഫറൻസിന് 1 സീറ്റും കിട്ടും. CPMന് 2 സീറ്റ് അധികം വരാം. ഒന്ന് വട്ടിയൂർക്കാവും, പിന്നെ കഴക്കൂട്ടവും. അത് ഉറപ്പില്ല. ഇങ്ങനെയാണ് സീറ്റ് നില. ഈ UDFന് കാസർഗോഡ് ഒഴിച്ചുള്ള എല്ലാ ജില്ലകളിലും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകളുണ്ടാവും. കാസർഗോഡ് കഴിഞ്ഞ തവണ 5-ൽ 2 സീറ്റ്, ഇപ്പോഴും 5-ൽ 2 സീറ്റ്. അവിടെ പുരോഗതിയില്ല. ബാക്കി എല്ലാ ജില്ലകളിലും UDFന് സീറ്റ് വർദ്ധിക്കും. അതിൽ തന്നെ മലപ്പുറം, വയനാട്, ഇടുക്കി ജില്ലകളിൽ UDFന് സമ്പൂർണ്ണ വിജയമായിരിക്കും. പിന്നെ എറണാകുളം, പത്തനംതിട്ട ജില്ലകളിൽ സമ്പൂർണ്ണ വിജയം ഉണ്ടായില്ലെങ്കിലും 80% വിജയം ഉണ്ടാവും. എറണാകുളത്ത് 14-ൽ 12 സീറ്റ് UDF വിജയിക്കും. പത്തനംതിട്ടയിൽ 5-ൽ 4 സീറ്റും വിജയിക്കും. നേരത്തെ അവിടെ 1 സീറ്റും ഇല്ലായിരുന്നു. അവിടെയാണ് ഈ 4 സീറ്റ് വിജയിക്കുന്നത്. വലിയ വിജയമാണ്. അതിൽ ഇടുക്കിയിൽ 5-ൽ 1 ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 5-ൽ വിജയിക്കും. സമ്പൂർണ്ണ വിജയമാണ്. പിന്നെ മറ്റെല്ലാ ജില്ലകളിലും കാസർഗോഡ് ഒഴിച്ചുള്ള എല്ലായിടത്തും സീറ്റ് വർദ്ധിക്കും. തിരുവനന്തപുരത്ത് 1 സീറ്റ് കിടന്നത് ഇപ്പോൾ 7 അല്ലെങ്കിൽ 8 സീറ്റ് വിജയിക്കും. വലിയ പുരോഗതിയാണ്. കൊല്ലത്ത് 2 സീറ്റ് കിടന്നത് 6 സീറ്റ് വിജയിക്കും. ആലപ്പുഴയിൽ 1 സീറ്റ് കിടന്നത് 5 സീറ്റ് വിജയിക്കും. കോട്ടയത്ത് 4 സീറ്റ് കിടന്ന് 5 സീറ്റ് വിജയിക്കും. തൃശ്ശൂർ 1 കിടന്നത് 7 സീറ്റ് വിജയിക്കും. പാലക്കാട് 2 കിടന്നത് 4 സീറ്റ് വിജയിക്കും. കണ്ണൂർ 2 കിടന്നത് 4-ൽ വിജയിക്കും. വയനാട്ടിൽ 2 കിടന്നെടുത്ത് 3-ൽ വിജയിക്കും. പിന്നെ വിജയിക്കുന്ന പ്രമുഖരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, LDF കൺവീനർ TP രാമകൃഷ്ണൻ, മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇപ്പോൾ മന്ത്രിമാരായ ബാലഗോപാൽ, P രാജീവ്, മുഹമ്മദ് റിയാസ് തുടങ്ങിയവർ ഉൾപ്പെടുന്നു. ഈ മന്ത്രിസഭയിലെ 9 അംഗങ്ങൾ പരാജയപ്പെടും. അതിൽ ആദ്യത്തേത് ശിവൻകുട്ടി, രണ്ടാമത് വീണ ജോർജ്, മൂന്നാമത് റോഷി അഗസ്റ്റിൻ, നാലാമത് R ബിന്ദു, MP രാജേഷ്, അബ്ദുൾ റഹ്മാൻ,
OR കേളു, ഗണേഷ് കുമാർ, കടന്നപ്പള്ളി രാമേന്ദ്രൻ എന്നിവരുൾപ്പെടുന്നു. ഇത് കൂടാതെ കഴിഞ്ഞ 2.5 വർഷം മുമ്പ് വരെ മന്ത്രിയായിരുന്ന അഹമ്മദ് ദേവർകോവിലും പരാജയപ്പെടും കോഴിക്കോട് സൗത്തിൽ. പിന്നെ പരാജയപ്പെടുന്ന പ്രമുഖരിൽ BJP നേതാക്കളായ K. സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ, പത്മജ വേണുഗോപാൽ, കുമ്മനം രാജശേഖരൻ എന്നിവരും ഉൾപ്പെടുന്നു. UDFൽ നിന്ന് പ്രമുഖരാരും പരാജയപ്പെടത്തില്ല. പിന്നെ ആര് മുഖ്യമന്ത്രിയാകുമെന്ന് എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ജനങ്ങളുടെ മനസ്സ് മാത്രമേ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നേതാക്കന്മാരുടെ മനസ്സ് ഞാൻ വിചാരിച്ചാൽ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. അതൊക്കെ ഈ ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്ന് എനിക്ക് പറയാനൊക്കത്തുള്ളൂ. ആര് മുഖ്യമന്ത്രിയാകുമെന്ന് പറയാനൊക്കത്തില്ല. പിന്നെ ഈ കോൺഗ്രസ് UDF വിജയിക്കുന്നതിനുള്ള പല കാരണങ്ങളിൽ പ്രധാന കാരണം ന്യൂനപക്ഷങ്ങളുടെ 80% വോട്ട് ഇത്തവണ UDFനായിരിക്കും കിട്ടുന്നത്. അതുതന്നെ ന്യൂനപക്ഷങ്ങൾ തന്നെ ഒരു 48% വരും കേരളത്തിൽ. അതിൻ്റെ 80% എന്ന് പറയാൻ ഏകദേശം 37% വരും. ബാക്കി ഒരു 6% കൂടെ മറ്റൊരു സമുദായങ്ങളിൽ നിന്ന് കിട്ടും. അതെല്ലാം അപ്പോൾ UDFന് ഒരു 42.5 മുതൽ 43 വരെ ശതമാനം വരെ വോട്ടും, LDFന് 37 മുതൽ 38% വരെ വോട്ടും, NDAക്ക് 16 മുതൽ 17% വരെ വോട്ട് കിട്ടും. ഇത് വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ UDFന് 91 മുതൽ 92 വരെ ലക്ഷം വോട്ടും, LDFന് 81 മുതൽ 82 വരെ ലക്ഷം വോട്ടും, NDAക്ക് 34 മുതൽ 36 വരെ ലക്ഷം വോട്ടും കിട്ടും. NDAക്ക് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇവിടെ 19.7% അതിപ്പോൾ 16-നും 17-നും ഇടയ്ക്കായിട്ട് കുറയും. അതായത് ഏകദേശം 3% വോട്ട് കുറയും. അതിൻ്റെ കാരണം തൃശ്ശൂരിൽ സുരേഷ് ഗോപി നിന്നപ്പോൾ 7 മണ്ഡലങ്ങളിലെ അദ്ദേഹത്തിന് 4,12,000 വോട്ട്, 4,16,000 വോട്ട് കിട്ടി. അത് ഇത്തവണ അത് സുരേഷ് ഗോപിയുടെ ഇഫക്റ്റാണ് അവിടെ കിട്ടിയത്. ഇത്തവണ സുരേഷ് ഗോപി മത്സരിക്കാത്തത് കൊണ്ട് വോട്ട് ഇതിൻ്റെ നേരെ പകുതിയിൽ താഴെയായിട്ട് വരും, 2 ലക്ഷമായിട്ട് കുറയും. അപ്പോൾ അവിടെ തന്നെ 2 ലക്ഷം വോട്ട് കുറഞ്ഞു. പിന്നെ അതുകൂടാതെ ആറ്റിങ്ങിൽ V. മുരളീധരൻ മത്സരിച്ചപ്പോൾ 3 ലക്ഷം വോട്ട് കിട്ടി. അതിപ്പോൾ 1.5 ലക്ഷമായിട്ട് കുറയും, അപ്പോൾ 1.5 കുറഞ്ഞു. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ 2.5 ലക്ഷം കിട്ടി. അത് ഇപ്പോൾ 1.5 ലക്ഷമായിട്ട് കുറയും. അപ്പോൾ 2, 3, 4.5 ലക്ഷം വോട്ട് അങ്ങനെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടോട്ടൽ പെർസെൻറ്റേജ് 3% കുറയും. മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് കാര്യമായ വർധനവുണ്ടാവത്തില്ല. പിന്നെ ഒരു 8 മണ്ഡലങ്ങളിലോളം BJP രണ്ടാമത് വരും. രണ്ടാമത് വരുന്ന മണ്ഡലങ്ങൾ പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ്, പിന്നെ മലമ്പുഴ, കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ, തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവും കഴക്കൂട്ടവും വിജയിച്ചില്ലെങ്കിൽ അവർ അവിടെ 2ാം സ്ഥാനത്ത് വരും. അപ്പോൾ ഒരു 8ഓളം മണ്ഡലങ്ങളിൽ അവർക്ക് 2ാം സ്ഥാനം വരും. പിന്നെ BJP UDF വിജയിക്കാൻ മറ്റൊരു കാരണം കൂടെ. ഈ BJPക്ക് വോട്ട് ചെയ്യുന്ന ഭൂരിഭാഗവും LDF വിരുദ്ധരാണ്. അപ്പോൾ LDF വിജയിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിൽ BJPയുടെ അണികൾ കുറേ പേരെങ്കിലും UDFന് വോട്ട് ചെയ്യും, LDFനെ പരാജയപ്പെടുത്താൻ. അത് LDFകാർ ആരോപിക്കുന്നത് പോലെ ഒരു ഡീലൊന്നുമല്ല, ജനങ്ങൾ അങ്ങനെ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ BJP പ്രവർത്തകർ അവർ LDF CPMനോടുള്ള വിരോധം തീർക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നതാണ്. അത് പലർക്കും അങ്ങനെ വോട്ട് കിട്ടും. BJPയുടെ വോട്ട് കോൺഗ്രസ്സിന് കിട്ടുന്നവരെ. അപ്പോൾ K. മുരളീധരൻ അങ്ങനെ കിട്ടും, തിരുവനന്തപുരം രാധാകൃഷ്ണന് കിട്ടും. തിരിച്ച് ചില സ്ഥലങ്ങളിൽ BJPയുടെ വോട്ട് CPMന് കിട്ടുന്നുണ്ട്. ഉദാഹരണത്തിന് കൊട്ടാരക്കയിൽ KLN ബാലഗോപാൽ കുറേ BJP വോട്ട് അദ്ദേഹത്തിന് കിട്ടും. അതുപോലെ സജി ചെറിയാൻ ചെങ്ങന്നൂർ, അല്ലെങ്കിൽ ഏറ്റുമാനൂർ VN ഭാസ്കരൻ, ഇവർക്കൊക്കെ BJP വോട്ട് സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. അതൊന്നും ഈ പറയുന്നൊരു ഡീലല്ല. അവർക്ക് വിവിധ വിഭാഗങ്ങൾ ജനങ്ങളിലുള്ള സ്വാധീനമാണ് അത് വ്യക്തമാക്കുന്നത്.
അതൊരു ഡീലൊന്നും കേരളത്തിൽ നടക്കത്തില്ല. അത് രഹസ്യമായിട്ട് നടപ്പാക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ ചെയ്യുക. MLA മാർക്കാണ് വോട്ടവകാശം. ജനങ്ങളുടെ അടുത്ത് നിന്ന് അങ്ങനെ പറയാൻ പറ്റത്തില്ല. പിന്നെ ഈ LDF പരാജയത്തിന് വേറെ ചില കാര്യങ്ങളുണ്ട്. ഒന്ന് ഭരണവിരുദ്ധ വികാരം തന്നെ. അതിൽ തന്നെ PSC റാങ്ക് ലിസ്റ്റിൽ നിന്നും ആളുകളെ നിയമിക്കുന്നില്ല. സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റ് ഹോൾഡേഴ്സ് സെക്രട്ടറിന് ചുറ്റും ശയനപ്രദക്ഷിണം നടത്തിയിട്ടും വളരെ കുറച്ച് പേരെ നിയമിച്ചിട്ടുള്ളൂ. പിന്നീടുള്ള കാരണം ADM നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകം, സിദ്ധാർത്ഥൻ്റെ ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകം, പിന്നെ നെൽ കർഷകരിൽ നിന്നും നെല്ല് സംഭരിച്ചതിന് 445 കോടി രൂപ കുടിശ്ശികയുണ്ട്. വന്യമൃഗ ആക്രമണം, വളർത്തുമൃഗങ്ങളും മനുഷ്യരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ശബരിമല അയ്യപ്പ സംഗമത്തിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ശബരിമല സ്വർണ്ണമോഷണം, അതിലിപ്പോൾ അറസ്റ്റ് ചെയ്ത പ്രതികൾ എല്ലാം ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ഗവൺമെൻറ്റിന് എതിരായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നേതാക്കന്മാരുടെയും മുഖ്യമന്ത്രിയുടെയും മറ്റ് നേതാക്കന്മാരുടെയും ധാർഷ്ട്യം. ഇപ്പോൾ ഈ കഴിഞ്ഞ 1.5 മാസം മുമ്പ് തന്നെ കോന്നിയിലൊരു യോഗത്തിൽ വെച്ച് CPM-ൽപ്പെട്ട ഒരാൾ തന്നെ, മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗമാണ്, CPM-ൽപ്പെട്ട ഒരാൾ തന്നെ CMA ഒരു ചോദ്യം എന്ന് ചോദിച്ചപ്പോൾ നീ ഇതെൻ്റെ വീട്ടിൽ ചെന്ന് ചോദിക്കാനാണ് പറഞ്ഞത്. അത് അവിടെ മാത്രമല്ല ബാധിക്കുന്നത്, കേരളം മുഴുവൻ ഇതെതിരായിട്ട് ബാധിക്കുന്ന ഘടകമാണ്. പിന്നെ ഇപ്പോൾ നവകേരള സദസ്സ് നടത്തിയപ്പോൾ 2 കോടി രൂപയ്ക്കാണ് ഒരു ബസ് വാങ്ങിച്ചത്. ഈ ഓരോ മന്ത്രിക്കും കാറുണ്ട്, പിന്നെ ഈ 2 കോടി രൂപയുടെ ബസ്സൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല. ഈ നവകേരള സദസ്സ് നടത്തിയിട്ടും ഒരു ആളിന് പോലും മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. അത് ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്താണെങ്കിൽ ഉമ്മൻചാണ്ടി രാവിലെ 9 മണിക്ക് തുടങ്ങിയാൽ പിറ്റേ ദിവസം വെളുപ്പിന് 3 മണി വരെയൊക്കെയാണ് ജനങ്ങളെ കണ്ടത്. കാര്യങ്ങളുടെ തീരുമാനം ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു. അതിൻ്റെ അടുത്തൊന്നും ഇത് വരത്തില്ല. പിന്നീടുള്ളത് ഈ നവകേരള സദസ്സിനോടനുബന്ധിച്ച് പാലായിൽ നടത്തിയ പൊതുയോഗത്തിൽ വെച്ച് അവിടുത്തെ അന്നത്തെ MP തോമസ് ചാഴികാടനായിരുന്നു. LDF-കാരനാണ്, മാണി ഗ്രൂപ്പിലെ ആളാണ്. ഈ യോഗത്തിൽ വെച്ച് തോമസ് ചാഴികാടൻ സംസാരിച്ചപ്പോൾ റബ്ബറിന് വില കൂട്ടുന്ന കാര്യം പറഞ്ഞു. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ചാഴികാടനെ അവിടെ ഇരുത്തി ബലമായിട്ട് തന്നെ, ഇത് റബ്ബറിൻ്റെ വില കൂടുന്ന കാര്യം പറയാനുള്ള വേദിയല്ല ഇതാണെന്ന് അദ്ദേഹം പറഞ്ഞത്. കോട്ടയത്ത് ചെന്നിട്ട് റബ്ബറിൻ്റെ വില കൂട്ടാൻ അല്ല പിന്നെ എന്താണ് പറയേണ്ടത്? അവിടെ റബ്ബർ കർഷകരുടെ കേന്ദ്രമാണ്. ഇത് ജോസ് കെ മാണിയൊക്കെ ഇരുന്ന സദസ്സിൽ വെച്ചാണ് ഇങ്ങനെ സംഭവിച്ചത്. ഈ ഒറ്റ കാര്യം കൊണ്ട് ഇത് LDF-ന് വിടാമായിരുന്നു. അവരത് ചെയ്തില്ല, ഇപ്പോഴും വിട്ടിട്ടില്ല. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ഇവർ LDF വിടും, ഉടനെ അല്ലെങ്കിലും അധികം താമസിക്കാതെ വിടും. അവർ തടസ്സം ഉണ്ടായിരുന്നത് റോഷി അഗസ്റ്റിനാണ്. റോഷി അഗസ്റ്റിനും പരാജയപ്പെടും, പിന്നെ തടസ്സമെല്ലാം മാറും. അതുകൊണ്ട് ഇവർ ഇലക്ഷന് ശേഷം UDF വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ജയിക്കുന്ന ആളുകളുടെ മണ്ഡലവും പേരും ഇനി അടുത്ത് പറയുന്നത്. ഈ കോൺഗ്രസ് 53-54 സീറ്റുകൾ വിജയിക്കും. ഒന്ന് ഇരിക്കൂർ സജീവ് ജോസഫ്, കണ്ണൂർ TO മോഹനൻ, പേരാവൂർ സണ്ണി ജോസഫ്, മാനന്തവാടി ഉഷ വിജയൻ, സുൽത്താൻ ബത്തേരി IC ബാലകൃഷ്ണൻ, കൽപ്പറ്റ T സിദ്ദിഖ്, നാദാപുരം KM അഭിജിത്ത്, കൊയിലാണ്ടി K പ്രവീൺ കുമാർ, നിലമ്പൂർ ആര്യാടൻ ഷൗക്കത്ത്, വണ്ടൂർ AP അനിൽകുമാർ, പൊന്നാനി KP നൗഷാദ് അലി, നവനൂർ VS ജോയ്, തൃത്താല VT ബലറാം, പട്ടാമ്പി TP ഷാജി, പാലക്കാട് രമേശ് പിഷാരടി,
വടക്കാഞ്ചേരി PN വൈശാഖ്, തൃശ്ശൂർ രാജൻ പല്ലൻ, മണലൂർ TN പ്രതാപൻ, നാട്ടിക സുനിൽ ലാലൂർ, ചാലക്കുടി സനീഷ് കുമാർ ജോസഫ്, അങ്കമാലി റോജി M ജോൺ, ആലുവ അൻവർ സാദത്ത്, പറവൂർ VD സതീശൻ, വൈപ്പിൻ ടോണി ചമ്മണി, എറണാകുളം TJ വിനോദ്, തൃപ്പൂണിത്തുറ ദീപക് ജോയി, തൃക്കാക്കര ഉമാ തോമസ്, പെരുമ്പാവൂർ മനോജ് മൂത്തേടൻ, കുന്നത്തുനാട് PP സജീന്ദ്രൻ, മൂവാറ്റുപുഴ മാത്യു കുഴൽനാടൻ, പീരുമേട് സിറിയക് തോമസ്, ഇടുക്കി റോയി K പൗലോസ്, ദേവികുളം F രാജാം, ഉടുമ്പൻചോല സേനാപതി വേണു, കോട്ടയം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പുതുപ്പള്ളി ചാണ്ടി ഉമ്മൻ, പൂഞ്ഞാർ MJ സെബാസ്റ്റ്യൻ, ഹരിപ്പാട് രമേശ് ചെന്നിത്തല, കായംകുളം M ലിജു, ആലപ്പുഴ AD തോമസ്, ആറന്മുള അബിൻ വർക്കി, അടൂർ CV ശാന്തകുമാർ, റാന്നി പഴകുളം മധു, കരുനാഗപ്പള്ളി CR മഹേഷ്, കുണ്ടറ PC വിഷ്ണുനാഥ്, കൊല്ലം ബിന്ദു കൃഷ്ണ, പത്തനാപുരം ജ്യോതികുമാർ ചാമക്കാല, വർക്കല കഹാർ, വാമനപുരം സുധീർ ഷാ ബാലോട്, കോവളം M വിൻസെൻ്റ്, കാട്ടാക്കട MR ബൈജു, നെയ്യാറ്റിങ്കര N ശക്തൻ, അരുവിക്കര VS ശിവകുമാർ. ഇതുകൂടാതെ വട്ടിയൂർക്കാവിൽ മുരളീധരന് സാധ്യതയുണ്ട്, ഉറപ്പുള്ള സീറ്റല്ല. മുസ്ലിം ലീഗ് 21 സീറ്റുകളിൽ വിജയിക്കും. മഞ്ചേശ്വരത്ത് AKM അഷ്റഫ്, കാസർഗോഡ് കല്ലട്ര മാഹിൻ, കുറ്റ്യാടി പാറക്കൽ അബ്ദുള്ള, കോഴിക്കോട് സൗത്ത് VK ഫൈസൽ ബാബു, കൊടുവള്ളി PK ഫിറോസ്, തിരുവമ്പാടി CK കാസിം, മഞ്ചേരി റഹമത്തുള്ള, കോട്ടയ്ക്കൽ ആബിദ് ഹുസൈൻ തങ്ങൾ, പെരിന്തൽമണ്ണ നജീബ് കാന്തപുരം, മങ്കട മഞ്ഞളാംകുഴി അലി, ഏറനാട് PK ബഷീർ, വേങ്ങര KM ഷാജി, തിരൂരങ്ങാടി PMA സമീർ, തിരൂർ കുറുക്കോളി മൊയ്തീൻ, താനൂർ PK നവാസ്, മലപ്പുറം PK കുഞ്ഞാലിക്കുട്ടി, വള്ളിക്കുന്ന് TV ഇബ്രാഹിം, കൊണ്ടോട്ടി TP അഷ്റഫ് അലി, മണ്ണാർക്കാട് N ഷംസുദ്ദീൻ, ഗുരുവായൂർ CH റഷീദ്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് 7 സീറ്റുകളിൽ വിജയിക്കും. 1 തൊടുപുഴ അപ്പു ജോൺ ജോസഫ്, കടുത്തുരുത്തി മോൻസ് ജോസഫ്, ചങ്ങനാശ്ശേരി വിനു ജോബ്, കുട്ടനാട് റിജി ചെറിയൻ, തിരുവല്ല വർഗീസ് മാമൻ, കോതമംഗലം ഷിബു തെക്കുംപുറം, ഇരിങ്ങാലക്കുട തോമസ് ഉണ്ണിയാടൻ. RSP 2 സീറ്റ് വിജയിക്കും. 1 ചവറ ഷിബി ബേബി ജോൺ, 2 കുന്നത്തൂർ ഉല്ലാസ് കോവൂർ. RMB 1 സീറ്റ് വിജയിക്കും. വടകരയിൽ KK രമ. കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് 1 സീറ്റ്, പിറവത്തിൽ അനൂപ് ജേക്കബ്. CMB 1 സീറ്റ് വിജയിക്കും. തിരുവനന്തപുരം CP ജോൺ. സ്വതന്ത്രന്മാർ 2 പേര് വിജയിക്കും. അമ്പലപ്പുഴ G സുധാകരൻ, രണ്ടാമത് തളിപ്പറമ്പ് TK ഗോവിന്ദൻ. പിന്നെ LDFിൽ CPM 33 മുതൽ 35 വരെ സീറ്റാണ് വിജയിക്കുന്നത്. ഉദുമ 1, ഉദുമ CH കുഞ്ഞമ്പു, തൃക്കരിപ്പൂർ VPP മുസ്തഫ, പയ്യന്നൂർ TA മധുസൂദനൻ, കലിയാശ്ശേരി M വിജിൻ, അഴീക്കോട് KV സുമേഷ്, തലശ്ശേരി കാരായി രാജൻ, ധർമ്മടം പിണറായി വിജയൻ, മട്ടന്നൂർ VK സനോജ്, പേരാമ്പ്ര TP രാമകൃഷ്ണൻ, ബാലുശ്ശേരി KM സച്ചിൻ ദേവ്, വേപ്പൂർ മുഹമ്മദ് റിയാസ്, കോഴിക്കോട് നോർത്ത് തോട്ടത്തിൽ രവീന്ദ്രൻ, ഒറ്റപ്പാലം K പ്രേംകുമാർ, ഷൊർണൂർ P മമ്മിക്കുട്ടി, ആലത്തൂർ PM ശശി, കോങ്ങാട് K ശാന്തകുമാരി, തരൂർ PP സുമോദ്, നെന്മാറ K പ്രേമൻ, മലമ്പുഴ A പ്രഭാകരൻ, ചേലക്കര UR പ്രദീപ്, കുന്നംകുളം AC മൊയ്തീൻ, പുതുക്കാട് KK രാമചന്ദ്രൻ, കളമശ്ശേരി P രാജീവ്, കൊച്ചി KJ മാക്സി, ഏറ്റുമാനൂർ VN വാസവൻ, ചെങ്ങന്നൂർ സജി ചെറിയൻ, മാവേലിക്കര MS അരുൺകുമാർ, അരൂർ ദലീമ ജോജോ, കോന്നി KU ജനീഷ് കുമാർ, കൊട്ടാരക്കര KN ബാലഗോപാൽ, ഇരവിപുരം M നൗഷാദ്, ആറ്റിങ്ങൽ OS അംബിക, പാറശാല CK ഹരീന്ദ്രൻ. ഇത് 33 സീറ്റാണ്. കൂടാതെ 2 സീറ്റുകളിൽ വിജയസാധ്യതയുണ്ട്, ഉറപ്പില്ല. 1 കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ, 2 വട്ടിയൂർക്കാവ് VK പ്രശാന്ത്. CPI 11 സീറ്റ് വിജയിക്കും. 1 കാഞ്ഞങ്ങാട് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, 2 ഒല്ലൂർ മന്ത്രി K രാജൻ, 3 കൊടുങ്ങല്ലൂർ VR സുനിൽകുമാർ, കയ്പമംഗലം KK വത്സരാജ്, വൈക്കം P പ്രദീപ്, ചേർത്തല P പ്രസാദ്, പുനലൂർ C അജയപ്രസാദ്, ചടയമംഗലം J ചിഞ്ചുറാണി, ചാത്തന്നൂർ R രാജേന്ദ്രൻ, ചിറയൻകീഴ് മനോജ് B ഇടമന, നെടുമങ്ങാട് GR അനിൽ.
CPI മന്ത്രിമാർ എല്ലാവരും ഇത്തവണ മത്സരിക്കുന്നുണ്ട്, എല്ലാവരും വിജയിക്കുകയും ചെയ്യും, ആരും പരാജയപ്പെടത്തില്ല. CPM-ൽ അങ്ങനെയല്ല, 7ഓളം മന്ത്രിമാർ പരാജയപ്പെടും. 7 5 മന്ത്രിമാർ പരാജയപ്പെടും. പിന്നെ കേരള കോൺഗ്രസ് M 2 സീറ്റ് വിജയിക്കും. ഒന്ന് കാഞ്ഞിരപ്പള്ളിയിൽ ഡോക്ടർ N ജയരാജ്, പാലായിൽ ജോസ് കെ മാണി. പിന്നെ അതുകൂടെ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദളിൽ നിന്ന് ഒരാൾ വിജയിക്കും, ചിറ്റൂർ V മുരുകദാസ്. പിന്നെ കുന്നമംഗലത്ത് PTA റഹീം, സെക്യുലർ നാഷണൽ കോൺഫറൻസ് എന്നൊരു പാർട്ടിയുണ്ട്, അതിലൊരാളെ മത്സരിക്കുന്നുള്ളൂ, അദ്ദേഹം വിജയിക്കും, PTA റഹീം. പിന്നെ NCPS 1 സീറ്റ് വിജയിക്കും, അത് മന്ത്രി AK ശശീന്ദ്രനാണ്. RJD 1 സീറ്റ് വിജയിക്കും, കൂത്തുപറമ്പിൽ K പ്രവീൺ. പിന്നെ BJP വിജയിക്കുന്ന നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, സാധ്യത കഴക്കൂട്ടവും വട്ടിയൂർക്കാവും. പിന്നെ ഈ പാർലമെൻറ്റ് ഇലക്ഷൻ അനുസരിച്ച് നോക്കിയാൽ LDFന് 33% വോട്ടേ കിട്ടുകയുള്ളൂ. ഇപ്പോൾ 37 കിട്ടും. അതിൻ്റെ കാരണം അവർ ഈ പെൻഷൻ 1600 കിട്ടിക്കൊണ്ടിരുന്നത് 2000 രൂപയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 35-നും 60-നും ഇടയ്ക്ക് പ്രായമുള്ള വനിതകൾക്ക് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വനിതകൾക്ക് പ്രതിമാസം 1000 രൂപ പെൻഷൻ കൊടുക്കുന്ന പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. അത് മാർച്ചിലും ഏപ്രിലും കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ അടുത്ത മാസം തൊട്ടും ഈ മെയ് മാസം തൊട്ട് കിട്ടുക എന്നുള്ള ഉറപ്പാണ്. പക്ഷേ ജനങ്ങൾക്കിത് അറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു 4% അല്ലെങ്കിൽ 5% വോട്ട് കിട്ടും ഈ LDFന് കൂടുതലേ. അപ്പോൾ അത് കോൺഗ്രസ്സിന് ഒരു 2%, 2-3% വോട്ട് കുറയും, 2%. BJPക്ക് 3% കുറയുന്നുണ്ട്. ഇത് 2 ഇവർക്ക് കിട്ടും. അങ്ങനെയാണ് അവർക്ക് ഇത്രയും കിട്ടുന്നത്. ഇതും കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഇവർ LDF 30 സീറ്റിൽ ഒതുങ്ങിയാണ്. കഴിഞ്ഞ തവണ 19 സീറ്റേ ഉള്ളൂ ലോക്സഭാ ഇലക്ഷനിൽ വെച്ച് നോക്കിയാൽ. 19 സീറ്റിൽ വിജയിച്ചിട്ടുള്ളൂ. അതിപ്പോൾ 50 വലിയ പുരോഗതിയില്ല അങ്ങനെ നോക്കുമ്പോൾ. പിന്നെ ഈ ഇത് വനിതകൾക്ക് 1000 രൂപ പെൻഷൻ കൊടുക്കുന്ന വലിയൊരു ബാധ്യതയാണ് വരുത്തി വെച്ചിരിക്കുന്നത്. ഇനി വരുന്ന UDF ഗവൺമെൻറ് വലിയ ബാധ്യതയായിരിക്കും. ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. ഇവർക്ക് ഏതായാലും ഭരണം കിട്ടുകയില്ലെന്നറിയാം. എന്നാൽ പിന്നെ ഇവരുടെ പെടലിക്ക് ഒരു കെട്ടൊന്നും വെച്ചിട്ട് പോയതാണ്. അവർക്ക് അതൊന്നും ഒരു ഗവൺമെൻറ്റിനെ കൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല. ഗവൺമെൻറ്റിൻ്റെ നയം തൊഴിലുണ്ടാക്കുക എന്നുള്ളതാണ്, വെറുതെ പെൻഷൻ കൊടുക്കുക എന്നുള്ളതല്ല. തെറ്റായ നയമാണ്, ഒരു ഗവൺമെൻറ്റിനെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. ഇനി വരുന്ന ധനകാര്യമന്ത്രിക്ക് വലിയ പണിയായിരിക്കും. ഇപ്പം എത്ര മിനിറ്റായി? 23. ഓക്കെ, എല്ലാം പറഞ്ഞല്ലോ, മിക്കവാറും എല്ലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യവും പറഞ്ഞു. നമ്മൾ പിന്നെ വല്ലതും ചിലപ്പോൾ കുഴപ്പമില്ല, 23 മിനിറ്റ് കൂടുതലായാലും ആരും കാണും. ഇതിപ്പോൾ ഒരു കറക്റ്റാണ്. അല്ലല്ലോ, എല്ലാം പറഞ്ഞല്ലോ. എൻ്റെ പ്രവചനത്തിൽ സീറ്റിൻ്റെ എണ്ണത്തിൽ 5% വരെ പിശക് വരാം. 5% എന്ന് പറഞ്ഞാൽ 7 സീറ്റാണ്. 7 സീറ്റ് കൂടുകയോ കുറയുകയോ ചെയ്യാം. അതായത് UDFന് 87-88 എന്ന് പറയുന്നത് 87-80 വരെ താഴാം, 88-95 വരെ കൂടാം. അതുപോലെ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ പരമാവധി 15% തെറ്റ് വരാം. അതായത് 21 സീറ്റിൽ അതായത് തെറ്റ് വരാവുന്നതിന് മാക്സിമം എണ്ണം 21ആണ്. അതായത് 119 സീറ്റിലെ പ്രവചനം കൃത്യമായിരിക്കും എന്നുള്ളത്. 119 മണ്ഡലങ്ങളിലെങ്കിലും, കുറഞ്ഞത് 119 മണ്ഡലങ്ങളിലെങ്കിലും ഫലം കൃത്യമായിരിക്കും. ബാക്കി 21 മണ്ഡലത്തിൽ തെറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ആറ്റിങ്ങലിൽ LDFും വർക്കലയിൽ UDF ജയിക്കുമെന്നാണ് പറഞ്ഞത്. അത് പരസ്പരം തിരിഞ്ഞാലും തെറ്റ് 2 ഉണ്ടാവും. പക്ഷേ മണ്ഡലങ്ങളിലെ എണ്ണത്തിൽ വ്യത്യാസം വരത്തില്ല.